ഷമീർ കരിമ്പയുടെ മരണവാർത്ത പുറത്തു വന്നതിനു പിന്നാലെ നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ അമ്പംകുന്ന് നേർച്ചയുടെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരത്തിൽ കയറുന്ന ഒരു വീഡിയോ ആണിത്. ഇതാണ് ആ കൊടിമരം. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 120 അടിയാണ് ഈ കൊടിമരത്തിനുള്ളത്. ഇതിൻ്റെ മുകളിലെ താഴികക്കുടം മാറ്റുന്നതിന് വേണ്ടിയാണ് ഷമീർ കരിമ്പ ഇതിന് മുകളിലേക്ക് കയറിയത്. ഇത് മാറ്റുന്നതിനായി ഇവിടുത്തെ കമ്മിറ്റി നിരവധി പേരെ സമീപിച്ചെങ്കിലും അവരെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഷമീർ കരിമ്പ ആ ദൗത്യം ഏറ്റെടുത്ത ഇതിന് മുകളിലേക്ക് കയറിയത്. എന്തായാലും ഷമീർ കരിമ്പയുടെ മരണം വളരെ ഞെട്ടലോടെയാണ് നാട് കേട്ടത്. വെള്ളത്തിൽ പെട്ടവരായാലും ഉയരമുള്ള മരങ്ങളിലോ കെട്ടിടങ്ങളിലോ പെട്ടവരായാലും ഷമീറിൻ്റെ കൈകൾ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ നിരവധിയാണ്. മനസ്സ് തുറന്നാൽ പറയും. ഏതുയരത്തിലും അയാൾക്ക് നിഷ്പ്രയാസം എത്താൻ കഴിയുമായിരുന്നു. അപകടങ്ങളിൽ വീണ പിടയുന്ന ജീവനുകളെ അയാൾ തിരികെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തും. വീഴുന്നവരെ പിടിച്ചുയർത്തുന്ന അയാളുടെ കൈകൾ അത് ഒരുപക്ഷെ ദൈവത്തിന്റെ കൈകളാകാം. മറ്റുള്ളവർക്കായി സ്വയം മറന്ന് ജീവിച്ച വ്യക്തിയായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ ഷമീർ കരിമ്പ. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. 41 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലം ഇന്നുച്ചയ്ക്കായിരുന്നു മരണപ്പെട്ടത്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തെ ഇത് വേദനിപ്പിക്കുന്നുണ്ട്. തീരാ നഷ്ടം തന്നെയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും നാടിന്റെയും നാട്ടുകാരുടെയും രക്ഷയ്ക്കായി ഷമീർ ഓടിയെത്തുമായിരുന്നു. ഉയരങ്ങൾ കീഴടക്കാൻ എന്നും അദ്ദേഹം കൊതിച്ചിരുന്നു. മരണം മുന്നിൽ കണ്ട് പിടയുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നവനാരോ അയാൾ ദൈവത്തിന് സമാനമാണ്. ഷമീർ എന്നും മണ്ണാർക്കാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഏതുയരത്തിലെ മരവും എത്ര ആഴമുള്ള വെള്ളക്കെട്ടും പാറക്കെട്ടും ഷമീറിനെ ഭയപ്പെടുത്തിയിരുന്നില്ല. കാരണം അദ്ദേഹം മനസ്സും ശരീരവും സാമൂഹിക സേവനത്തിനായി ജനങ്ങൾക്കായി സമർപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഈ വിയോഗ വാർത്ത അത്രമേൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ നാടിനെയും നാട്ടുകാരെയും. ഇന്നുച്ചയോടെ ജോലി ചെയ്യുന്നതിനിടയിൽ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനാൽ സ്വയം തന്നെ വണ്ടിയോടിച്ച് അദ്ദേഹം കല്ലടിക്കോട് ആശുപത്രിയിലെത്തി. രോഗം അല്പം മൂർച്ഛിച്ചതുകൊണ്ട് തന്നെ അവിടുന്ന് പാലക്കാട്ടേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകവേ ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ഷമീറിനെ ഒരുപാട് കാലം ജീവിക്കാൻ വിധി അനുവദിച്ചില്ല. കുറുമ്പാച്ചിമലയിൽ അകപ്പെട്ട ബാബുവും അവനെ രക്ഷിക്കാനിറങ്ങിയ സന്നദ്ധ പ്രവർത്തകരും ഒരു കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അന്ന് ആ ദൗത്യ സംഘത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു ഷമീർ കരിമ്പ. സാഹസികതയുള്ള എന്ത് സഹായം ചെയ്യാനും പൂർണ്ണ മനസ്സായിരുന്നു. ഒരു മടിയും കാണിക്കാറില്ല. ഡാമിലും പുഴയിലും പാറക്കെട്ടുകളിലും അങ്ങനെ എവിടെയും ഒരു ഭയവുമില്ലാതെ ഇറങ്ങും. എന്തിനേറെ പറയുന്നു, ഉത്തരാഖണ്ഡ് സിൽക്യാര തുരങ്കപാതയിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഷമീറിന്റെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അന്ന് സുരക്ഷിതമായി ആളുകൾക്ക് കിണറിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായി ഷമീർ നിർമ്മിച്ച കരിമ്പാക്കുളത്ത് ആളുകളെ ഏറെ ആകർഷിച്ചിരുന്നു. ഒരു മരം വെട്ട് തൊഴിലാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇവിടെ വന്നു നോക്കുകയും വളരെ നിഷ്പ്രയാസം ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി അദ്ദേഹം ഈ കൊടിമരത്തിന്റെ ഏകദേശം 120 അടി ഉയരമുള്ള ഈ കൊടിമരത്തിൽ അദ്ദേഹം കയറുകയും ഇതിന്റെ റോപ്പ് നിഷ്പ്രയാസം തന്നെ മാറ്റി അതിന്റെ മുകളിലുള്ള താഴികക്കുടം സ്ഥാപിച്ചു തരികയും ചെയ്തു. പ്രിയപ്പെട്ട ഷമീർ, നിങ്ങളുടെ ജീവിതം ഒരുപാട് പേർക്ക് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സേവനം ഇനിയും ആവശ്യമായിരുന്നു ഈ നാടിന്. എന്നാൽ വിധി വില്ലനായി തന്നെ തുടർന്നു. നിങ്ങൾ മരണപ്പെടുന്നില്ല. ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇനിയും ഒരു കണ്ണീർ ഓർമ്മയായി മണ്ണാർക്കാട്ടുകാരുടെ മനസ്സിലും നിങ്ങളുണ്ടാകും. ഒരുപക്ഷെ നികത്താനാകാത്ത വിടവാണ് നിങ്ങളുടെ വിയോഗം. നിങ്ങളുടെ പ്രിയപ്പെട്ട നാടിന്റെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 7 മണ്ണാർക്കാട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.